ദിവാലി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവാലി വിശേഷങ്ങൾ. എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഈ പരസ്യം ഓർമ്മയുണ്ടോ ഹോക്കിൻസിൻ്റെ? അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി. കൂടെ ടച്ചിങ്സിനായിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്, പനീർ ബിരിയാണി ഉണ്ടാക്കി. അതിൽ പനീറും കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസും പൊട്ടേറ്റോ ഒക്കെ ഇട്ടിട്ടാണ്. വെജിറ്റബിൾ ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ലാന്ന് ആരും വിചാരിക്കരുത്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് ഫുള്ള് ലൈറ്റ്സും ദിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പിള്ളേരാണെങ്കിൽ രണ്ടുപേരും ഇൻവേർട്ടേഴ്സാണ് ഗൈസ്. പിന്നെ ഇൻവേർട്ടർ അല്ലാത്ത ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ, അതിനെ പിടിച്ചുകൊണ്ട് വന്ന് രംഗോലി ഇടാനാന്ന് പറഞ്ഞ് തറയെ കൊണ്ടുവന്ന് ഇരുത്തി. അത് അവിടെ കിടന്ന് എന്തൊക്കെയോ കോലം കാണിച്ചു. പക്ഷെ ഒരു ക്യൂട്ട് രംഗോലി ഉണ്ടാക്കിയെടുത്തു പുള്ളിക്കാരി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്റ്റെൻസിൽ രംഗോലി? അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിയിലേക്ക് പോയി. കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, റൈത്ത, പിന്നെ എൻ്റെ സ്വന്തം ഗജർക്ക ഹൽവ, പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ കാജു കട്ട്ലി. ഇതെൻ്റെ ഹൗസ് മേറ്റ് ആണ് ഗൈസ്, ഗുജറാത്തിയാണ്. ഞാൻ ഈ പറയുന്ന ഒന്നും പുള്ളിക്കാരി വീഡിയോ ഉണ്ടോ മനസ്സിലാവില്ല. അന്ന അങ്ങനെ ബിരിയാണിയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞു. ഈ ചെക്കൻ എന്താ പിടികിട്ട പുള്ളിയാണോ? ശേഷം അന്നയുടെ ലാത്തിരി പൂത്തിരി എന്ന ഗാനത്തിനൊടുവിൽ പരിപാടികൾ അവസാനിക്കുന്നു.